ഇതാണ് നമുക്ക് വറുക്കാനുള്ള മീൻ. ഇനി പച്ചമുളക് പൊട്ടിക്ക. നല്ല സ്രാവ് കിട്ടി. കണ്ണയങ്കാവ് പൂരാണ് നാളെ. അപ്പം ഞങ്ങൾ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റോഡ് സൈഡിലൊക്കെ ആടും ബീഫും അതുപോലെ തന്നെ വലിയ മീനുകളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ സ്രാവ് മേടിച്ചു. നല്ല ഫ്രഷ് സ്രാവായിരുന്നു. അപ്പം അത് മേടിച്ചു. പിന്നെ സ്രാവ് മുളകിട്ടതും സ്രാവ് വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മുടെ പുതിയ അടുപ്പിൽ. അങ്ങനെ സ്രാവ് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, അപ്പം ഇതിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ്, 2 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായ തക്കാളിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ മീൻകറി ഉണ്ടാക്കാൻ പോണേ. അതിലേക്ക് ഇട്ടോളൂ. കഴുകാം. നമുക്ക് 3 തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട ഞങ്ങളുടെ തക്കാളികൾ പച്ചയാട്ടാ, പഴുക്കണമല്ലോ. ഇനി പച്ചമുളക് പൊട്ടിക്കുക. ഇതാ അവിടെ ഉണ്ട് പച്ചമുളക്. കണ്ട അടിയിൽ വലിയ പച്ചമുളക്. ഇതാ ചള്ള നോക്കട്ടെ അമ്മ, കൈവിട്ട്. ഇതാടി അടിയിൽ വലുതായിട്ട് നിൽക്കണ കണ്ട. ആ 3 പൊട്ടിച്ചോ. നോക്കട്ടെ, കാണിച്ചെടുക്ക്. ഒരു വേപ്പിലയും പൊട്ടിച്ചോ, വേപ്പില തണ്ട് ഒരു 3 പൊട്ടിക്കണം കേട്ടാ. വേപ്പില മരം ഉണ്ട് മുകളിൽ. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വേപ്പിലകളുണ്ട്. ഇത് വലുതായി വരുമ്പോഴേക്ക് അച്ചാച്ച അതൊക്കെ വൃത്തിയാക്കും. തണ്ടാക്കി പൊട്ടിക്ക്. ഇതാ ഒരെണ്ണം എന്താ അവിടെ നിൽക്കണ. എങ്ങനെ പൊട്ടിക്ക? ശരിക്കും വേപ്പില എങ്ങനെ ഒടിക്കുക? വേപ്പില ഇങ്ങനെ കൂമ്പെന്ന് ഇങ്ങനെ പൊട്ടിക്കുക ചെയ്യ. ആ മതി, ഇനി ഇങ്ങോട്ട് പോരെ. നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ് നാശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. മണലിൽ ഇങ്ങനെ ലെയർ ഒരു വലിയ കഷ്ണം അത് അതിലിടണ്ട. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലിടാം. ഇഞ്ചിയും അല്ല സോറി, അമ്മത അവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അനിക്കുട്ടി ഉണ്ണി അവിടെ ലിറ്ററെ വിളിക്കുന്നുണ്ട്. ആ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ തോല് കളയാം.
ഇത് വെച്ചാൽ മതി. അപ്പൊ കത്തിച്ചേരും ഗൈസ്, എനിക്ക് പറ്റൂല. ആ ഫുള്ള് തീർത്തപ്പോ സാരില്ല, നമുക്ക് ഇഷ്ടം പോലെ പൊടി. ചെയ്യണ്ടേ ഈ കയ്യണ്ട, അത് അങ്ങനെ എല്ലാവരും മടാളെടുത്തിട്ടാണ്ട് കഴിഞ്ഞു. ചൂടായില്ലോ, ഇത്ര നേരം ഉണ്ടായിരുന്ന കാറ്റും തണുപ്പൊക്കെ പോയി. എനിക്ക് എപ്പോഴും കയ്യോണ്ട് വിടാൻ പാടില്ല, വായോണ്ട് വിടരുത്. തുണി ഐശ്വര്യ ഭക്ഷണക്കട അത് ഈ പലകനെ നീക്കിച്ചല്ലോ. ഇല്ല നമ്മുടെ ചട്ടി ചൂടാവുമ്പോഴേക്കും മീനിൻ്റെ മസാല ഞാൻ പരട്ടിയിട്ട് വരാം, വറുക്കാള മീൻ. ഓക്കെ വെച്ചമ്മോ. ഓക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെട്ടോ 1/4 ടീസ്പൂൺ. മീൻ കറി ഉണ്ടാക്കുക. വേപ്പിൻ്റെ എല്ലാം ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അങ്ങനെ ലച്ചമ്മ ഇതാ നല്ല പണിയിലാണ്. എല്ലാതും ഇരുന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുകയാണ് ലച്ചു. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ദാ ഈ മീൻ കറി ഉള്ളിയൊക്കെ വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കേട്ടോ ലച്ചു. മീൻ കറി വയ്ക്കാൻ പഠിച്ചില്ലേ? പഠിച്ചോണ്ടിരിക്കല്ലേ? അറിയാല്ലേ? അവിടെ ഒരാളിതാ വിറക് അടിച്ചു പൊട്ടിക്കുക. എന്റെ ടീഷർട്ടാണ് കേട്ടോ ഇട്ടെടുക്കണത്. നന്നായിട്ട് മൂക്കണം. നമുക്ക് അരച്ചെടുക്കലോ. ഒന്ന് അരിക്കണം. കരടും ഇതുണ്ട്. പുളിയൊക്കെ നോക്കിയിട്ട് മതിയിട്ടാണ് അങ്ങനെ വെച്ചത്. അന്നേരം അച്ഛനും കുഞ്ഞിനും കുടംപുളി കടിക്കുക പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയും അച്ഛൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ്റെ പകുതി പണി ഇതാ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾക്ക് മീനിടണം. തിളച്ച് കഴിഞ്ഞാൽ മീനിടണം. അപ്പോഴേക്കും ഞാൻ മീൻ മസാല പരട്ടാനുള്ള മസാല റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ മീൻ വറുക്കാനുള്ളത് നമ്മൾ മസാല പരട്ടാൻ പോവാണ്. നമ്മൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ചമുളക്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഒക്കെ ഇട്ടിട്ട് ഇതാ അരച്ചെടുത്തതാണ് കേട്ടോ. ഇതിലിട്ടിട്ട് മസാല മിക്സ് ചെയ്യാൻ എടുക്കണം. ഉപ്പിട്ടില്ലേ? ഉപ്പിട്ടണം. കുറച്ച് വേപ്പിലും കൂടി ഇടണം.
അതിന്റെ ആര് കഴിയുമ്പോ കുറച്ചുള്ളണ്ടാട്ടോ. ഇപ്പൊ പൊന്നൂന് വയ്യ, ലിച്ചുവിന് വാക്സിനേഷൻ എടുത്തിട്ട് വന്നിരിക്കണം. ലിച്ചു ക്ലാസ്സിൽ പോവാത്തത് വാക്സിനേഷൻ എടുത്തിട്ട്. പിന്നെ പൊന്നൂന് പനീൻ്റെ ചെറിയൊരു വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ലീവാണ്. ആളകത്തുണ്ട്. അപ്പം നമ്മളിതാ വറുക്കുള്ള മീൻ മസാല ഒക്കെ പരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻകറി റെഡിയായി. ലാസ്റ്റ് നമ്മൾ വേപ്പിലിട്ട് കൊടുക്കണം. ഫൈവ് മിനിറ്റ്സ് ഒന്നും വേണ്ട, ഇറക്കാൻ പോവാണ്. മീൻകറി റെഡി. നമ്മള് മീൻ വറുക്കാൻ പോവാണ്. വെളിച്ചെണ്ണയ്ക്ക് ആദ്യം അപ്പുറം വെളിച്ചെണ്ണ മൂത്തൊരു അറിയില്ലേ. അല്ലെങ്കിൽ തന്നെ പൊള്ളിച്ച് നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പകുതി വറുക്കണമല്ലോ, ബാക്കി പകുതി രാത്രി ചൂടോടെ കഴിക്കുന്നതാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് ലക്ഷ്മി നല്ല രസം കഴിക്കും. മീൻ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻകറി റെഡിയായി, കറി റെഡിയായി. ഞാൻ ഏട്ടനോട് പറഞ്ഞു പോയിട്ട് വേഗം കുറച്ച് പൊറോട്ട മേടിച്ചിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഏട്ടൻ പൊറോട്ട ഒക്കെ മേടിച്ച് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് പൊറാട്ടയും പിന്നെ എന്താണ് നമ്മുടെ സ്രാവ് കറിയും സ്രാവ് വറുത്തതും ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ ലച്ചു കഴിച്ച് നോക്കാനുണ്ട്. ലച്ചുവിന് ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.